നമസ്കാരം. കെയറിംഗ് ഹാൻഡ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ECV വ്യൂവേഴ്സിനും സ്വാഗതം. കെയറിംഗ് ഹാൻഡ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗർഭിണികളിലെ അണുബാധ എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്ക് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ ലീലാമണിയാണ്. യാന മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ, യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻറ്റർ, അരുമനയും ഉള്ളൂരുമായിട്ടാണ് ബ്രാഞ്ചസ് ഉള്ളത്. ഇവിടുത്തെ സീനിയർ കൺസൾട്ടൻ്റ് ആണ്. ഡോക്ടറിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഒപ്പം പ്രേക്ഷകരോടായി നിങ്ങൾക്കറിയാം നമ്മുടേത് ഒരു 1 hour ഡ്യൂറേഷനുള്ള ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. അപ്പോൾ ഈ 1 മണിക്കൂറിനിടയിൽ നിങ്ങൾക്ക് ടി വിയിൽ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ നമ്പറിലേക്ക് നേരിട്ട് വിളിച്ച് ഡോക്ടറോട് നിങ്ങളുടെ സംശയങ്ങൾ, ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഫോൺ കൂടാതെ വാട്സാപ്പ് നമ്പറും നമ്മൾ ടി വി സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ മെസ്സേജ് ചെയ്യാം, വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. അതും നമ്മുടെ ഈ ലൈവിനിടയ്ക്ക് നമ്മൾ വായിച്ച് ഡോക്ടറോട് ഷെയർ ചെയ്ത് ഉത്തരങ്ങൾ പങ്കുവെക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ മറക്കണ്ട, നമ്മുടേത് ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് ഡയൽ ചെയ്യുക. ഇന്നത്തെ വിഷയം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഗർഭിണികളിലെ അണുബാധ അഥവാ ഗർഭിണികളിലെ ഇൻഫെക്ഷൻ എന്നുള്ള വിഷയമാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഡോക്ടർ, നമുക്കൊരു കോളർ റെഡിയാണ്. നമുക്ക് കോൾ എടുത്തതിന് ശേഷം ചോദ്യത്തിലേക്ക് പോകാം. ഹലോ. ഹലോ, കെയറിംഗ് ഹാൻഡ്സ്, ആരാണ്? എന്റെ പേര് പ്രവീണ എന്നാണ്. എവിടുന്ന് വിളിക്കുന്നു പ്രവീണ? കഴക്കൂട്ടത്തുനിന്നാണ് വിളിക്കുന്നത്. ഓക്കെ പ്രവീണ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഗർഭിണികളിലെ ഇൻഫെക്ഷൻ അഥവാ അണുബാധയാണ്. സംസാരിക്കാൻ ഡോക്ടറിനോട്. ഓക്കെ, ഹായ് ഡോക്ടർ. ഹായ്. എനിക്കിത് അണുബാധയാണോ എന്ന് അറിയില്ല. എനിക്കൊരു സംശയം ചോദിക്കാനായിരുന്നു. എനിക്ക് എന്റെ 2 കാലിലും ഭയങ്കര ചൊറിച്ചില് ഉണ്ട്. എനിക്ക് ഇങ്ങനെ 6 മാസം ഗർഭിണിയായപ്പോ, അപ്പം 6ാം മാസമാണ് ഇപ്പൊ. അപ്പൊ എന്റെ 2 കാലിലും ഇങ്ങനെ ഭയങ്കര ചൊറിച്ചിലും അതേപോലെ ഈ ചൂടുകുരു പോലെ ഇങ്ങനെ തരതരാന്ന് ഇങ്ങനെ പൊങ്ങി വന്നിട്ടാണ് ഈ ചൊറിച്ചില് വരുന്നത് 2 കാലിലും. അതാണ് അതെന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാനിത് ബാക്കി ചെക്കപ്പിനൊക്കെ പോകുമ്പോ ഇത് നോർമലാണ്, വേറെ കുഴപ്പമൊന്നും. ഇതെന്താ എന്തുകൊണ്ടാ വരുന്നതെന്ന് അത് ഒന്ന്. രണ്ടാമത് എനിക്കൊരു സംശയം എന്ന് പറഞ്ഞാല് ഇപ്പം ഇത് ഇന്നത്തെ ഒരു സംശയമാണ്. ഇന്ന് എനിക്ക് നല്ല വയറുവേദനയുണ്ട്. അപ്പം രാവിലെ ദോശയാണ് കഴിച്ചത്. അപ്പൊ തന്നെ അതെനിക്ക് അത്ര പിടിച്ചില്ല. അതുകൊണ്ട് ഞാനത് പകുതിയെ കഴിച്ചുള്ളൂ. പക്ഷെ എനിക്ക് നല്ല വയറുവേദന, ഗ്യാസ് പോലത്തെ വേദന എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു വയറുവേദനയുണ്ട്. അപ്പൊ ഇത് അണുബാധ എന്തെങ്കിലും കാരണമാണോ എന്നറിയില്ല. ഡോക്ടറോട് ചോദിക്കാന്ന് വിചാരിച്ചു. ശരി ശരി. അപ്പൊ കാലില് നീരെങ്ങാനും ഉണ്ടോ? നീരൊന്നുമില്ല, ഇങ്ങനെ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. കാലില് മാത്രമേ ഉള്ളൂ അല്ലേ? ദേഹത്ത് വേറെ ഭാഗങ്ങളിലൊന്നും ഇല്ല ചൊറിച്ചില്? വേറെ ഭാഗത്തൊന്നുമില്ല, 2 കാലില് മാത്രമേ. ഇത് മിക്കവാറും അണുബാധ ആവാനുള്ള സാധ്യത കുറവാണ്. അണുബാധ കൊണ്ടുവരുന്ന കാര്യങ്ങൾ മിക്കവാറും ശരീരം മുഴുവനുമായിട്ടൊക്കെ ഉണ്ടാവാനാണ് സാധ്യത. ഇതിപ്പോൾ കാലിൽ മാത്രമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ഈ നീരുള്ളവർക്ക് ചിലപ്പോൾ നീരില്ല എന്ന് പറഞ്ഞു. പിന്നെ പ്രഗ്നൻസിയിൽ മാത്രം വരുന്ന ചില ചൊറിച്ചിലുകളുണ്ട്. പ്രഗ്നൻസിയിൽ മാത്രം വരുന്ന അതൊന്നും വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മൾ പുറത്തെന്തെങ്കിലും കലാമിൻ പോലത്തെ മരുന്നുകൾ ഇട്ട് കഴിയുമ്പോൾ ആ ചൊറിച്ചിലങ്ങ് മാറും. ശ്രദ്ധിക്കാനുള്ളത് ചൊറിഞ്ഞ് പൊട്ടിക്കരുതെന്നുള്ളതാണ്. ചൊറിഞ്ഞ് പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ അണുബാധ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ലോക്കലായിട്ട് എന്തെങ്കിലും പുറത്തെന്തെങ്കിലും ക്രീമൊക്കെ ഇട്ട് തന്നെ ചെയ്താൽ മതിയാവും. പിന്നെ സ്കിന്നിൽ വേറെ ലീഷൻസ് ഒന്നും ഇല്ലല്ലോ, തേമൽ പോലെ അങ്ങനെയൊന്നും ഇല്ലല്ലോ, പുറത്തൊന്നും കാണാനായിട്ടില്ലല്ലോ. വെരിക്കോസ് വെയിൻ പുറത്ത് എന്തെങ്കിലും സ്കിന്നിൽ വേറെ നിറവ്യത്യാസമോ പാടുകളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം അത് വലിയൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് ചൊറിച്ചിലിനായിട്ടുള്ള എന്തെങ്കിലും ലേപനങ്ങൾ ഇട്ടാൽ തന്നെ മതിയാവും. ശരി ശരി. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ ഗർഭിണികളിലെ അണുബാധ ഇൻഫെക്ഷനാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും ഈ ഗർഭകാലത്ത് ഇൻഫെക്ഷൻ എന്ന് കേൾക്കുന്നത് തന്നെ പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് പേടിയാണ്, കൂടെയുള്ളവർക്കും അതിലേറെ പേടിയാണ്. അപ്പോൾ ഈ ഗർഭകാലത്ത് ഇൻഫെക്ഷൻ നമ്മൾ അത്രയധികം പേടിക്കേണ്ടതുണ്ടോ? ഏതൊക്കെ ഇൻഫെക്ഷൻസാണ് പേടിക്കേണ്ടത്? ഗർഭകാലത്ത് ഉള്ള എന്ത് സങ്കീർണതകളും നമ്മൾ കുറച്ച് ഭയത്തോടെ തന്നെ നോക്കേണ്ടതാണ്. പിന്നെ നമ്മളിപ്പം ആരോഗ്യ രംഗമാണെങ്കിൽ നമ്മൾ ശിശു മരണനിരക്ക് വളരെ കുറയ്ക്കാനുള്ള യജ്ഞത്തിലാണ്. അപ്പം നമ്മളതിൻ്റെ കണക്കുകളൊക്കെ നോക്കുമ്പം ഈ മാതൃമരണങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു മെയിൻ കാരണം, ഒരു 3ാമത്തെ റീസൺ, ആദ്യം കൂടുതലും അത് ബ്ലീഡിങ്, BP കൂടിയിട്ടുണ്ടാകുന്ന, എന്നാൽ 3ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പം അണുബാധയാണ്. അപ്പോൾ അത്രയും ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം, മരണം വരെ
അതിൽ പിന്നെ വേറെ പല കോംപ്ലിക്കേഷൻസിലും പോയി ഒരുപാട് നാൾ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കേണ്ട കണ്ടീഷനിൽ വരെ പോകുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ഗർഭസ്ഥ ശിശുവിനെ നഷ്ടപ്പെടുന്ന കണ്ടീഷൻസ് ഉണ്ട്. ഗർഭകാലത്തുണ്ടാകുന്ന അണുബാധകൾ എല്ലാം സീരിയസ് ആയില്ലെങ്കിലും ചുരുക്കം ചില സന്ദർഭങ്ങളിലെങ്കിലും അത് ജീവന് അപകടമായി മാറാറുണ്ട്. അപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അണുബാധ ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ്. ഉണ്ടായാൽ അത് എത്രയും പെട്ടെന്ന് നമ്മൾ അതിൻ്റെ ചികിത്സ നേടുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. ഓക്കെ ഡോക്ടർ, നമ്മുടെ ആദ്യത്തെ കോളർ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംശയം ചോദിച്ചിരുന്നു. ഇപ്പോൾ ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം പല ഭക്ഷണ സാധനങ്ങളും ചില ഗർഭിണികൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. ഇഷ്ടപ്പെടുന്ന ചില സാധനങ്ങൾ ആരോഗ്യത്തിന് ചിലപ്പോൾ നല്ലതാകണമെന്നുമില്ല. അവിടെയാണ് ഈ അണുബാധയുടെ സാധ്യത ഭക്ഷണത്തിൽ നിന്ന് എത്രത്തോളമാണ്? അതിനൊരു എക്സ്ട്രാ കെയർ ഗർഭിണികൾ കൊടുക്കേണ്ടതല്ലേ? എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഭക്ഷണത്തിൻ്റെ നമ്മൾ ഇഷ്ടമില്ലായ്മ ഗർഭത്തിലൊരു സ്വഭാവമാണ്. നമ്മൾ പറയും ചില സാധനങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടം, ചില സാധനങ്ങളോട് ഇഷ്ടമില്ലായ്മ. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശുചിത്വമാണ്. ശുചിയായിട്ടുള്ള ആഹാരം തന്നെ കഴിക്കണം. നമ്മളും ശുചിത്വം പാലിക്കണം. കൈ കഴുകണം. വാഷിംഗ് ഹാൻഡ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളവിടെ ഇവിടെയും തൊട്ടിട്ട് കൈ കഴുകാതെ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഫുഡിലുള്ളത് ഇപ്പം പറഞ്ഞില്ലേ, ചിലർക്ക് ചില കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ പല ഗർഭിണികളും ഹോട്ടൽ ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ആ മണം കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ എനിക്കത് വേണം എന്നാവശ്യപ്പെടുന്നവരുണ്ട്. പക്ഷെ അവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും നമ്മൾ ഈ ഹോട്ടൽ ഫുഡിലെന്നൊക്കെ പറ്റുന്ന ഒരു പ്രശ്നം, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത എല്ലായിടങ്ങളിലൊന്നും ഞാൻ പറയുന്നില്ല, ചിലയിടത്തെങ്കിലും പഴയ ഫുഡൊക്കെ നല്ല ചൂടാക്കി ഇങ്ങി തരും. അപ്പോൾ ചൂടാക്കി തരുമ്പം കേടായിരിക്കുന്ന ഫുഡ് ഒന്നും കൂടെ ചൂടാക്കുമ്പോൾ അതിലുള്ള അണുക്കൾ മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യുന്നത്. പെട്ടെന്നത് ഫുഡ് പോയ്സണിങ് ഒക്കെ ഗർഭകാലത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സിവിയറായിട്ട് മാറാറുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നുള്ളത് വെള്ളം തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗർഭിണികൾ നമ്മൾ വിശ്വസിച്ച് കുടിക്കാവുന്ന വെള്ളമേ പാടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ തന്നെ കിണർ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഫിൽറ്റർ ഉപയോഗിച്ചെടുക്കുന്ന വെള്ളം, അതൊക്കെ നമുക്ക് വിശ്വസിച്ച് കുടിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയല്ല നമ്മളല്ലാതെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബോട്ടിൽ വാട്ടർ പോലും ഇപ്പോൾ നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണെന്ന് നമ്മൾ ന്യൂസിലൊക്കെ കേട്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ ഈ ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള പ്രശ്നങ്ങൾ, അത് ഈ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ, അത് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോളറ, ടൈഫോയിഡ്, അതിൽ ഏറ്റവും നമ്മൾ എപ്പോഴും പേടിക്കുന്ന ഒന്ന് ഈ ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ഹെപ്പറ്റൈറ്റിസ് എ വന്ന് മരിച്ചുപോയിട്ടുള്ള കണ്ടീഷൻസ് നമുക്കറിയാം. ഹെപ്പറ്റൈറ്റിസ് എ വന്നാൽ ശരിക്കും പറഞ്ഞാൽ ഗർഭം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ വയറ് വീർത്തു വരുന്നു, ഗർഭപാത്രത്തിനുള്ളിൽ കുഞ്ഞിരിക്കുന്നു, ആ കുഞ്ഞ് വളരുന്നു, അത്രയൊന്നും അല്ല ഗർഭം എന്ന് പറയുന്നത്. ഗർഭം എന്ന് പറയുന്നത് സ്ത്രീയുടെ ശരീരത്തിലെ എല്ലാ സിസ്റ്റത്തിനെയും, അവരുടെ എല്ലാം, ഇപ്പോൾ ഹാർട്ട്, ലങ്സ്, കിഡ്നി, ഈ അണുബാധ വരുമ്പോഴെപ്പോഴും പ്രശ്നം കൂടുതലുണ്ടാകുന്ന ഒരു അവയവമാണ് കിഡ്നി ഉണ്ടായിട്ട് കിഡ്നിയുടെ പ്രവർത്തനം നിന്നു പോയാൽ പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. അതുപോലെ തന്നെയാണ് ലിവർ. ശരിക്കും ഡയാലിസിസ് ഒക്കെ വേണ്ടി വന്നിട്ടുള്ള ധാരാളം ഗർഭിണികളെ നമുക്കറിയാം അണുബാധ വന്നിട്ട്. അപ്പം നമ്മളത് വരാതെ സൂക്ഷിക്കണം. ഈ ജലജന്യ രോഗങ്ങൾ ശരിക്കും പറഞ്ഞാൽ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ നമ്മൾ കുടിക്കണമെന്ന് വിചാരിക്കുക. പിന്നെ ഈ പുറത്തൊക്കെ പോയി നമ്മൾ ഈ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം, അതിൽ കൂടെ നമുക്ക് അണുബാധ വരാം. അപ്പോൾ എന്ത് അണുബാധ വന്നാലും സാധാരണ ഒരാളിന് വരുന്ന ഒരു അണുബാധ പോലെ അല്ല ഗർഭിണിക്കുള്ളത്, കുറച്ച് സിവിയറായിട്ട് തന്നെ വരും. പ്രത്യേകിച്ച് യാത്രാവേളകളിലൊക്കെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണവും വെള്ളവും ശ്രദ്ധിക്കുക. അതെ 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 ഡോക്ടർ, ഇതിനോട് അനുബന്ധമായിട്ടൊരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ കിണറിലെ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ ഇവിടെ ഈ ഈക്കോളി ബാക്ടീരിയ പ്രസൻസ് പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗർഭിണികൾ കിണറിലെ വെള്ളം തന്നെ ഈ പറഞ്ഞ പോലെ തിളപ്പിക്കാതെ, നമ്മുടെ വീട്ടിലെ കിണറിലെ വെള്ളമാണല്ലോ എന്ന് തിളപ്പിക്കാതെ കുടിക്കുന്നതിൽ എന്തെങ്കിലും അപകടമുണ്ടോ? കിണർ വെള്ളം തിളപ്പിച്ച് തന്നെ കുടിക്കണമെന്നുള്ളതൊന്നും. അത് എനിക്ക് പറയാനുള്ളത്, കിണറിലെ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ മാത്രം ഉപയോഗിക്കുന്ന വെള്ളമല്ല. അതെ, നമ്മൾ ഗർഭിണിയായപ്പോൾ മാത്രം ഉപയോഗിക്കുന്നതല്ല, നമ്മൾ നേരത്തെ ഉപയോഗിക്കുന്നതാണ്. അപ്പം അതിന് ഇതുവരെയും പ്രശ്നമില്ലെങ്കിൽ ഗർഭത്തിൽ മാത്രമായിട്ടൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത. ധൈര്യമായിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ ഈ കോളേന്നൊക്കെ പറയുന്നത് പലപ്പോഴും വരുന്നത് അടുത്ത് സെപ്റ്റിക് ടാങ്കും അങ്ങനത്തെ, അല്ലെങ്കിൽ മാലിന്യം കുഴിച്ചിടുന്ന സ്ഥലങ്ങളും ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ്. ശരിക്കും കിണർ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സോയിലിലെ പല ലെയേഴ്സിലൂടെ ഫിൽറ്റർ ചെയ്ത് ശരിക്കും അത് നല്ല ക്ലീൻ വാട്ടർ തന്നെയാണ് ഭൂരിഭാഗം സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ സ്ഥലങ്ങളിലും.
അതായത് ഇങ്ങനെ വരുന്നത് അതിൻ്റെ ചുറ്റും എന്തെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, മാലിന്യം കൊണ്ടിട്ടിട്ട് കിണറിലെ വെള്ളത്തിന് നിറം മാറുന്നു, സ്മെല്ല് വരുന്നു. അപ്പോൾ പിന്നെ ഉള്ളത് നമ്മുടെ എന്തെങ്കിലും മിക്കവാറും ഇപ്പോഴത്തെ കിണർ ഉപയോഗിക്കുന്ന എല്ലാവരും അത് കവേർഡായിട്ട് തന്നെ, അതിനകത്തൊന്നും ചത്ത് വീഴാതെയും വളരെ ക്ലീനായിട്ട് തന്നെയാണ് പുറത്ത് കവറൊക്കെ ഇട്ട് നെറ്റൊക്കെ ഇട്ടല്ലേ ഇപ്പോൾ വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ കിണർ വെള്ളം നല്ലതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. തന്നെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലത്തിനുള്ളിലായിരിക്കും ഒരു കിണർ, അത് നല്ല വർഷങ്ങളായിട്ട് ഒരു വീട്ടുകാരെല്ലാം ഉപയോഗിക്കുന്നതായിരിക്കും. അതിൻ്റെ അടിയിൽ ചിലപ്പോൾ പാറയുന്നതായിരിക്കും ഊറ്റ്. അങ്ങനത്തെ കിണർ വെള്ളത്തിന് കുഴപ്പമൊന്നും ഇല്ലാന്ന് തന്നെ വിശ്വസിച്ച് ഉപയോഗിക്കാം. ഡോക്ടർ, നമ്മൾ ഈ ഗർഭിണികളിലെ അണുബാധയെക്കുറിച്ചാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാധാരണയായിട്ട് ഗർഭിണികളിൽ കണ്ടുവരുന്ന ഇൻഫെക്ഷൻസ് എന്തൊക്കെയാണ് എന്നൊന്ന് പറയാമോ? നമ്മൾ സാധാരണ മനുഷ്യരിൽ കാണുന്ന എല്ലാ ഇൻഫെക്ഷനും ഗർഭിണികളിലും വരാം. എന്നാൽ അതിൽ ഉപരി നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന 1-2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ യൂറിനറി ട്രാക്റ്റിലെ ഇൻഫെക്ഷൻ കോമൺ ആയിട്ട് കാണുന്ന പറഞ്ഞാൽ യൂറിനറി ബ്ലാഡർ ഇരിക്കുന്നത് അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റിൻ്റെ പൊസിഷൻ വെച്ചുള്ളതാണ്. നമ്മുടെ ഗർഭപാത്രവുമായിട്ട് വളരെ ചേർന്നിരിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഗർഭകാലത്ത് ഈ ഗർഭപാത്രം വലുതായി വരുമ്പം ഈ യൂറിൻ അത് അവിടെ തങ്ങി നിൽക്കാനും ഫുള്ളായിട്ട് എംറ്റി ആയിട്ട് പോകാതിരിക്കാനും പിന്നെ ചെറിയ അണുബാധ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അത് ഫ്ലറിഷ് ചെയ്യാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനാണ് ഗർഭകാലത്ത്. പിന്നെ സ്ത്രീകളുടെ ഒരു ശരീരഘടന അനുസരിച്ച് ഈ മൂത്രനാളി അല്ലെങ്കിൽ യൂറിത്ര ഇരിക്കുന്നത്, യൂറിത്ര ഒരു നീളം കുറഞ്ഞ ഒരു അവയവമാണ്. അത് പുറം ഭാഗമായിട്ട് വളരെ അടുത്തിരിക്കുന്നു. പിന്നെ അത് പോയിട്ട് യോനിയുമായിട്ട് അടുത്തിരിക്കുന്നു. യോനിയിലും അണുക്കളുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പെട്ടെന്ന് യൂറിനറി ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. യൂറിനറി ഇൻഫെക്ഷൻ്റെ മരുന്നെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വെള്ളം കുടിക്കുകയാണ്. ഗർഭകാലത്ത് പല സ്ത്രീകൾക്കും വെള്ളം കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർക്കത് ഛർദ്ദിക്കുമെന്നും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല എന്നും പല രീതിയിൽ അവർ വെള്ളത്തിൻ്റെ അളവ് ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് കുടിച്ചു കഴിയുമ്പം അസ്വസ്ഥതയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഗർഭകാലത്ത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഒരു പ്രാവശ്യം നമുക്ക് അണുബാധ വന്നു കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും വരാൻ നമ്മുടെ ബോഡിയിലൊരു ടെൻഡൻസി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കും. അങ്ങനെ റിപ്പീറ്റഡായിട്ട് വരുമ്പം ഈ ആൻറ്റിബയോട്ടിക് എല്ലാം റെസിസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ ഇഫക്റ്റ് ഇല്ലാതായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊന്ന് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ ശ്വാസകോശത്തിലെ അണുബാധകൾ, എയർബോൺ, വായുവിൽ കൂടെ വരുന്ന സാധനങ്ങൾ. പിന്നെ ഗർഭിണികളുടെ അത് വളരെ എളുപ്പമാണ് കിട്ടാനായിട്ട്. ഇപ്പോൾ ഗർഭിണി തന്നെ പുറത്ത് പോകുന്നില്ലെങ്കിലും വീട്ടിൽ തന്നെ കഴിയുന്നെങ്കിലും പുറത്ത് പോയിട്ട് വരുന്നതാണ്. നമ്മൾ കോവിഡൊക്കെ വന്നപ്പോൾ നമ്മളെടുത്ത പ്രിക്കോഷൻസ് നമുക്കറിയാമല്ലോ. പുറത്ത് പോയിട്ട് വരുമ്പോഴെല്ലാം ഈ ഗർഭിണിക്കും ഈ അസുഖം കിട്ടും എന്നുള്ള ഒരു ഭയം. പിന്നുള്ളത് ഈ നമ്മുടെ ശ്വാസകോശത്തിനെ അമർത്തിക്കൊണ്ടാണ് ഈ ഗർഭപാത്രം ഇരിക്കുന്നത്. വലുതായി വരുന്തോറും ശ്വാസകോശത്തിലോട്ടൊരു അപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശ്വസനത്തിൻ്റെ ആ ഒരു ഫങ്ഷനിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും ഗർഭകാലത്ത്. അപ്പോൾ നമുക്ക് അണുബാധ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ദിവസങ്ങളോളം എടുക്കും അതൊന്ന് മാറിക്കിട്ടാനായിട്ട്, അതിൻ്റെ അസ്വസ്ഥത. പലപ്പോഴും നമ്മൾ ലക്ഷണമായിട്ട് പനി എന്നൊക്കെ പറയുന്നെങ്കിലും പനി ചിലപ്പോൾ ലേറ്റായിട്ടേ വരണമെന്നുള്ളൂ, അത് നല്ല സിവിയറായിട്ടേ വരണമെന്നുള്ളൂ. തുടക്കത്തിൽ നമുക്ക് പനി വേണമെന്നില്ല. ഈ ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുമയ്ക്കാനുള്ള ബുദ്ധിമുട്ട് ഗർഭിണിക്ക്. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ശ്വാസകോശത്തിൽ വരുന്ന അണുബാധ കൊണ്ട് വരാറുണ്ട്. പിന്നുള്ളത് ചില സിവിയറായിട്ടുള്ള ന്യൂമോണിയ പോലുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ ന്യൂസിലൂടെയൊക്കെ കേട്ടതായിരിക്കും പന്നിപ്പനി. അത് ഒരു ഭയങ്കര ഡേഞ്ചറസ് ഒരു അസുഖമാണ്. നമ്മുടെ അതിൻ്റെ ഒരു ഫസ്റ്റ് വേവ് ഇവിടെ വന്ന സമയത്ത് കുറേ ഗർഭിണികൾ മരിച്ചു തന്നെ പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള മരുന്നന്ന് ഇല്ലായിരുന്നു നമുക്ക്. പിന്നെ പെട്ടെന്ന് തന്നെ അന്ന് മരുന്ന് കൊണ്ടുവരും. ഇപ്പോൾ അതുകൊണ്ട് ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത് പല ഇങ്ങനെ വലിയ ചുമയൊക്കെ ഉള്ള സ്ത്രീകൾക്ക് ആ മരുന്നങ്ങ് നമ്മൾ എംപിരിക്കലായിട്ട് എല്ലാവർക്കും കൊടുക്കാനാണ് പറയുന്നത്. അതെ H1N1 അത് തന്നെ. അപ്പോൾ ആ മരുന്നും കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് അതല്ലെങ്കിലും നമ്മളത് കൊടുക്കാൻ. അത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഏർലി ആയിട്ട് ട്രീറ്റ് ചെയ്യുമോ അത്രയും പെട്ടെന്ന് അത് ശരിയായി വരും. ട്രീറ്റ്മെൻറ്റ് ലേറ്റ് ആകുമ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഫലിക്കാതെ പോകും. അതിൻ്റെ പുറത്തൂടെ ചിലപ്പം നമ്മളിപ്പോൾ വൈറസ് ഇൻഫെക്ഷനിൽ തുടങ്ങിയിട്ട് അത് പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷനും അത് വന്നിട്ട് പിന്നെ നമ്മുടെ പല അവയവങ്ങളെയും ബാധിക്കും. മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ എന്ന് പറയും, നമ്മുടെ കിഡ്നി പോലുള്ള അവയവം
അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ജീവനപാഠമായിട്ട് മാറും. ഡോക്ടർ, നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? സാറേ, എന്റെ പേര് സർല എന്നാണ്. എവിടുന്ന് വിളിക്കുന്നു? സ്ഥലം? ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ, പാറശാല. ഓ, സംസാരിച്ചോളൂ ഡോക്ടറിനോട്. സാറേ, പിന്നെ എന്റെ മരുമോള് ഇപ്പൊ 6.5 മാസം ഗർഭിണി. അപ്പം പെണ്ണിന് എന്നും വയറുവേദന. അപ്പൊ ആശുപത്രിയിൽ കൊണ്ടുചെല്ലുമ്പോ ഒക്കെ അവര് കണ്ണി കാണുന്ന മരുന്നൊക്കെ കൊടുക്കും. അതെല്ലാം അവര് തിന്ന് ഇപ്പം വയറുവേദനയ്ക്ക് ഒരു കുറവുമില്ല. അങ്ങനെ ഞാൻ കൂടെ ആശുപത്രിയിൽ പോയി ചോദിച്ചപ്പോ അവര് പറയണത് മൂത്രത്തിൽ പഴുപ്പെന്ന്. അപ്പം അയൽവക്കത്തുള്ളവരൊക്കെ പറയണത് ഇങ്ങനെ മരുന്നൊക്കെ തിന്നാ കൊച്ചിന് വല്ല കേടും വരും എന്നൊക്കെയാണ് പറയണത്. അപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടാവോ സാറേ? ഈ പെണ്ണിനാണെങ്കിൽ ആദ്യത്തെ 1 പ്രാവശ്യം 2 പ്രാവശ്യം അബോഷനായി പോയി. ഇപ്പൊ 3ാമത്തതാണിത്. 3ാമത്തെ ഗർഭമാണല്ലേ? അപ്പൊ കുഞ്ഞുങ്ങളില്ല, 3ാമത് ഇപ്പൊ ഗർഭിണിയായിരിക്കും. 3ാമത് ഗർഭം, 2 അബോഷനായി പോയി. നമുക്ക് ഇതിനെ പറ്റിയൊന്നും വലിയ വിവരമൊന്നും ഇല്ല സാർ. അപ്പോൾ ഇതിനകത്ത് 1-2 കാര്യം മനസ്സിലാക്കേണ്ടത്. ഗർഭകാലത്തെ ചെറിയ രീതിയിലുള്ള വയറുവേദന സ്ത്രീകൾക്കുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിങ്ങനെ വീർത്ത് വരില്ലേ? അപ്പോൾ ആ വയറ് വീർത്ത് വരുന്നതിൻ്റെ ഒരു വലിച്ചിൽ കൊണ്ടുള്ള ഒരു വേദന മിക്കവാറും എല്ലാ ഗർഭിണികൾക്കും ഉള്ളതാണ്. അത് നമ്മൾ സഹിച്ച് പോവാനേ പറ്റുള്ളൂ. അതിപ്പോൾ മാറ്റാനായിട്ട് നമുക്ക് മരുന്നൊന്നുമില്ല. അപ്പോൾ എപ്പോഴും വേദന വന്നിങ്ങനെ സ്കാനിങ് ഒക്കെ ചെയ്തതല്ലേ? 5ാം മാസത്തിലേക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ മൂത്രം പരിശോധിച്ചപ്പോൾ അതിൽ പഴുപ്പുണ്ടെങ്കിൽ അത് മരുന്ന് കഴിച്ച് തന്നെ മാറ്റണം. ആ മരുന്ന് കൊണ്ട് കുഞ്ഞിന് ഒരു കുഴപ്പവും വരില്ല. എന്ന് പറഞ്ഞാൽ ഗർഭകാലത്ത് സേഫായിട്ട് കഴിക്കാവുന്ന മരുന്ന് ആശുപത്രിയിൽ നിന്നല്ലേ മരുന്ന് എഴുതി തരുന്നത്, നമ്മളല്ലല്ലോ. നമ്മൾ തന്നെ അതെവിടെയായാലും കുഴപ്പമില്ല. അവിടെ ഡോക്ടർ കണ്ടിട്ടാണല്ലോ. ഇപ്പം ഗർഭിണികൾക്ക് തരുന്ന മരുന്ന് കൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നും വരാറില്ല. ആ മരുന്ന് കഴിച്ചില്ലെങ്കിലാണ് കുഴപ്പം വരാനുള്ളത്. അപ്പം മൂത്രത്തിൽ പഴുപ്പെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ അതനുസരിച്ച് അതിപ്പോൾ മൂത്രത്തിൽ വെറും പഴുപ്പെന്ന് പറഞ്ഞാൽ നമ്മളത് കൾച്ചറൊക്കെ ചെയ്ത് നോക്കിയാൽ ഏത് അണുക്കളാണെന്ന് വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ അണുക്കൾക്ക് ഇഫക്റ്റീവായിട്ടുള്ള മരുന്നും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, 1 പ്രാവശ്യം അണുബാധ വന്നാൽ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം നല്ലവണ്ണം കുടിക്കാൻ പറയണം. ഏറ്റവും നല്ല മരുന്നെന്ന് പറയുന്ന വെള്ളമാണ്. വെറും മെഡിസിൻ അല്ല, മരുന്ന് മാത്രം കഴിച്ചാൽ പോരാ. ഇനി അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ചെറിയ വയറുവേദന ഒക്കെ സാധാരണ തന്നെ കാണും. ഇപ്പോൾ അണുബാധ ഇല്ലെങ്കിലും നമുക്ക് വയറുവേദന കാണും. കുറച്ചൊരു വലിച്ചിലും ബുദ്ധിമുട്ടുമൊക്കെ എല്ലാ ഗർഭിണികൾക്കും ഉള്ളതാണ്. അല്ലാതെ ഉള്ളത് ഇങ്ങനെ അണുബാധ വന്നു കഴിഞ്ഞാൽ, അണുബാധ വീണ്ടും വന്ന് 4 മാസം തികയാതെ പ്രസവിച്ച് പോകുന്നതിന് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ തന്നിരിക്കുന്ന മരുന്ന് കഴിക്കൂ, ധാരാളം വെള്ളവും കുടിക്കും. അത് മാത്രം മതിയാവും, പേടിക്കാനൊന്നുമില്ല. ആഹാരത്തിലൊന്നുമില്ല, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കട്ടെ. ഡയബറ്റീസ് ഒന്നും ഇല്ലല്ലോ, ഷുഗറൊന്നും ഇല്ലല്ലോ. അധികം മധുരമുള്ള തിന്നണം. കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ആഹാരം കൂടുതൽ പ്രാവശ്യം കഴിക്കാൻ പറയുക. മധുര സാധനങ്ങൾ ഒഴിവാക്കാൻ പറയുക. ധാരാളം വെള്ളം കുടിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ മതി. 6 മാസം ആയില്ലേ? ഇപ്പോൾ 6 മാസം 6.5 ആയി. ഇനിയിപ്പോൾ 2.5-3 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. അത്രയും ദിവസം കൂടെ അങ്ങ് പോട്ടെ. ശരി, ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, ഈ അണുബാധയെക്കുറിച്ച് പറയുമ്പോൾ, അതായത് ഈ കൺസീവ് ചെയ്ത ആദ്യ ഘട്ടത്തിൽ തന്നെ അണുബാധ ഉണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും? കൺസീവ് ചെയ്ത ആദ്യ ഘട്ടത്തിലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയട്ടെ, നമ്മളിപ്പം കൺസീവ് ചെയ്യുന്നത് ലൈംഗിക ബന്ധത്തിലൂടെയാണ്. ലൈംഗിക രോഗങ്ങൾ ധാരാളമുണ്ട് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന. അപ്പോൾ സേഫ് സെക്സ് എന്ന് പറയുന്നതും ഈ ഗർഭകാലത്ത് അണുബാധ വരാതിരിക്കാനുള്ള ഒരു കാര്യമാണ്. അപ്പം ആ സമയത്ത് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ഇപ്പോൾ HIV പോലുള്ള അണുക്കൾ പകരാൻ സാധ്യതയുണ്ട്, ഹെപ്പറ്റൈറ്റിസ് B പകരാൻ സാധ്യതയുണ്ട്, പിന്നെ സിഫിലിസ് പോലുള്ള അസുഖങ്ങൾ, ഇങ്ങനെ കുറേ അസുഖങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ ചില അസുഖങ്ങൾ ഗർഭിണിയാകുന്ന സമയത്ത് സ്ത്രീയുടെ ശരീരത്തിൽ അസുഖം ഉണ്ടെങ്കിൽ, ചിലപ്പം വലിയ ലക്ഷണമൊന്നും കാണിക്കണമെന്നില്ല, ഇത് ഉണ്ടെങ്കിൽ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കും, അബോർഷനായി പോവാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ അറിയാതെ തന്നെ വരും. അപ്പോൾ അത് വരുമ്പോഴായിരിക്കും നമ്മൾ പിന്നെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ലൈംഗിക രോഗങ്ങളുണ്ടെങ്കിൽ, പുരുഷനുണ്ടെങ്കിലും സ്ത്രീക്ക് വരാം. അപ്പോൾ പുരുഷനുണ്ടെങ്കിലും സ്ത്രീക്കുണ്ടെങ്കിലും അത് ചികിത്സിച്ചിട്ടേ ഗർഭിണിയാവാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് വാക്സിനിലൂടെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് B പോലുള്ള
ഇപ്പോൾ ഒരു പാർട്ട്ണർക്കുണ്ടെങ്കിൽ ഒരാളിനുണ്ടെങ്കിൽ മറ്റേ ആളിന് വരാതെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബിക്കൊക്കെ വാക്സിനുണ്ട്. അപ്പോൾ നമ്മൾ കല്യാണത്തിന് മുമ്പ് അല്ലെ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ കുറച്ച് തയ്യാറെടുപ്പുകൾ എടുക്കുന്നത് നല്ലതാണ്. ഗർഭകാലത്ത് അണുബാധ, ഇങ്ങനത്തെ അണുബാധ ഉള്ളവർക്ക് ആൾറെഡി അവർക്ക് എന്തെങ്കിലും ഒരു ഇമ്മ്യൂൺ പ്രശ്നം ചിലപ്പോൾ കാണുമായിരിക്കും. ഗർഭകാലം എന്ന് പറയുന്ന ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ പ്രതിരോധ ശേഷി കുറഞ്ഞ ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഇതെല്ലാം കൊണ്ട് മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഗർഭിണിയാവുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ അണുബാധകളൊന്നും ഇല്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വാക്സിൻ എടുത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വാക്സിൻ എടുത്തിട്ട് ഗർഭിണിയാവുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഗർഭകാലത്ത് നമുക്ക് വാക്സിൻ എടുക്കാം, എന്നാൽ പോലും നമ്മൾ നേരത്തെ ആയിരുന്നാൽ ഈ ഏർലി പ്രഗ്നൻസിയിലുള്ള ഇങ്ങനത്തെ വൈകല്യ സാധ്യതകളും അബോർഷൻ സാധ്യതകളും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഡോക്ടർ, ഈ നമുക്കറിയാം ഒരു 2018 ശേഷം കോവിഡിൻ്റെ ഒരു വലിയ ത്രെറ്റിലൂടെയാണ് ലോകം കടന്നുപോയത്. ഇപ്പോഴും ഈ കോവിഡിന് തന്നെ പല വേരിയൻസും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ ഗർഭകാലത്ത് ഈ വേരിയൻസിൻ്റെ ആക്രമണം ഉണ്ടാകുന്ന അമ്മമാരെ സംബന്ധിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് വരാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? കുഞ്ഞുങ്ങളിപ്പോൾ ഈ കോവിഡ് പോലുള്ള ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്താണ് ഗർഭപാത്രത്തിൽ വെച്ചിരിക്കുന്നത്. കുഞ്ഞ് കിടക്കുന്നത് ഒരു ഫ്ലൂയിഡ് ബാഗിലാണ്. അവിടെ ഒരു പ്ലാസൻ്റ എന്ന് പറയുന്ന ഒരു ബാരിയറാണ്, എല്ലാം തടഞ്ഞവിടെ വയ്ക്കും, ഒന്നും കുഞ്ഞിലോട്ട് പോകാതെ. വളരെ ചുരുക്കം ചില അണുക്കൾക്ക് മാത്രമേ അകത്ത് കിടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ആൻറ്റിജൻസിന് മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെ ഒന്നും വരാതെ തന്നെയാണ് ഗർഭം ദൈവം അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുഞ്ഞിനെ അങ്ങനെ പെട്ടെന്ന് ബാധിക്കാറില്ല. പക്ഷേ അമ്മയ്ക്ക് വരുന്ന സിവിയർ ഇൻഫെക്ഷൻസ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, ഇപ്പോൾ അമ്മയ്ക്ക് ഇത് വന്നെന്ന് വിചാരിച്ചു, ഒരു വലിയ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്ന് ഭയങ്കര ഹൈ ടെമ്പറേച്ചറാണെന്ന് വിചാരിച്ചു, ഭയങ്കര പനിയാണ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അമ്മയുടെ പൾസ് റേറ്റ് എല്ലാം കൂടും, കുഞ്ഞിൻ്റെ പൾസ് റേറ്റ് കൂടും. ആ ഒരു കണ്ടീഷൻസൊക്കെ വരുമ്പോൾ പെട്ടെന്ന് കുഞ്ഞിൻ്റെ അനക്കം നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നേരിട്ട് അണുബാധ കൊണ്ട് തന്നെ അല്ലാതെ തന്നെ അമ്മയുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ട് കുഞ്ഞിന് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ ഡോക്ടർ, ഈ അണുബാധയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? എപ്പോഴും നമ്മൾ അണുബാധയുടെ ആദ്യ ലക്ഷണമായിട്ട് നമ്മൾ പനിയാണ് പറയുന്നത്. ഫീവർ എന്ന് പറയുന്നത് നമ്മുടെ അണുക്കളോട് നമ്മുടെ ബോഡിയുടെ ഒരു റിയാക്ഷനാണ്. എന്നാൽ പനി വരാതെയും ചില കണ്ടീഷൻസിലൊക്കെ അണുബാധ പനി വരണമെന്നില്ല. അണുബാധ നല്ല സിവിയറായിട്ട് മാത്രമേ ചിലപ്പോൾ നമുക്ക് പനി അറിയണമെന്നുള്ളൂ. പനി തന്നെയാണോ ഒന്ന്. പിന്നുള്ളത് ഗർഭകാലത്ത്, ഗർഭത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗർഭത്തിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ക്ഷീണം, തലകറക്കം, ഇതെല്ലാം ഗർഭത്തിലുള്ളതാണ്. നോർമലി തന്നെ ഞാൻ നേരത്തെ വയറുവേദന പറഞ്ഞതുപോലെ ഇപ്പം യൂറിനറി ഇൻഫെക്ഷനും വയറുവേദന വരാം, മാസം തികയാതുള്ള പ്രസവത്തിന് വയറുവേദന വരാം, എന്നാൽ ചുമ്മായും വരാം. അപ്പോൾ നമുക്കത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വേർതിരിച്ചെടുക്കുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഗർഭകാലത്ത് പനി എന്നുള്ളതൊരു ഡെഫിനിറ്റ് എന്തെങ്കിലും ഒരു അണുബാധ വരുമ്പോൾ തന്നെയാണ് മിക്കവാറും പനി വരുന്നത്. പിന്നുള്ളത് ഓരോ സിസ്റ്റം എവിടെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പം മൂത്രത്തിൽ പഴുപ്പെന്ന് ഞാൻ പറഞ്ഞു, മൂത്രത്തിൽ പഴുപ്പിൻ്റെ ലക്ഷണമായിട്ട് വരുന്നത് എപ്പോഴും മൂത്രം ഒഴിക്കാൻ തോന്നുക, മൂത്രം ഒഴിക്കുമ്പോഴുള്ള വേദന, പനിയുടെ കൂടെ ചിൽസ്, വിറയൽ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതങ്ങനെ എടുക്കും. പിന്നുള്ളത് ശ്വാസകോശ രോഗങ്ങൾ. ശ്വാസകോശത്തിലെ അണുബാധയാണെങ്കിൽ മെയിൻലി വരുന്നത് ചുമയാണ്. ചുമ, ശ്വാസം മുട്ടൽ, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്. നമ്മൾ കോവിഡ് വന്നപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും പൾസ് ഓക്സിമീറ്ററൊക്കെ കൊടുത്ത് ഓക്സിജൻ സാച്ചുറേഷനൊക്കെ നോക്കി, അപ്പോൾ സാച്ചുറേഷനിൽ ഫോളോ വരിക, ഇതൊക്കെയാണ് ശ്വാസകോശത്തിലാണ് വരുന്നത്. ഇപ്പോൾ കരളിനെ ബാധിക്കുന്ന നമുക്കുള്ള പ്രശ്നമാണെങ്കിൽ മിക്കവാറും അത് പ്രസൻറ്റ് ചെയ്യുന്നത് മഞ്ഞപ്പിത്തമായിട്ടായിരിക്കും. ഛർദിൽ കാണും, ദഹനക്കേട് കാണും, വയറിന് അസ്വസ്ഥത കാണും, അങ്ങനെയാണ്. അപ്പോൾ ഏത് സിസ്റ്റത്തിനെയാണ് ഈ അണുബാധ വരുന്നത് അതനുസരിച്ചാണ് അവരുടെ ലക്ഷണങ്ങൾ. എന്നാലും മിക്ക കാര്യങ്ങൾക്കും പനി ഒരു കോമൺ. പിന്നെ വീക്ക്നെസ്, ഫറ്റീഗ്, ക്ഷീണം, ഛർദിൽ, ചിലർക്ക് ഛർദിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സിംറ്റംസ് അതിൻ്റെ കൂടെ. പക്ഷേ ഇതൊക്കെ എനിക്കൊന്ന് ഗർഭിണികളിൽ അതാണ് അവർക്കല്ലാതെ ഉള്ളതുകൊണ്ട് പലപ്പോഴും നമ്മളിത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഡൈലമ വരും, പ്രയാസം വരും. അതാണ് ഗർഭകാലത്ത് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ സാധാരണ ഒരാളിന് വരുന്ന പോലെയല്ല, കൂടുതൽ സങ്കീർണമാണ് എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പം ആദ്യം ഒരു വിസിറ്റ് ഡോക്ടറെ കണ്ടിട്ട് അവർ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് അടുത്ത ദിവസം അവൾക്ക് ബോധക്കേട് വന്ന് എന്നൊക്കെ പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. അന്ന് ശരിക്കും വേറെ പ്രത്യേകിച്ചൊന്നും കണ്ടു കാണില്ല. അത് വേഴ്സൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മോശമാകാനായിട്ട് കൂടുതൽ സമയം വേണമെന്നില്ല, പെട്ടെന്നായിരിക്കും അത് വരുന്നത്, സംഭവിക്കുന്നത്. ഡോക്ടർ, നമുക്ക് വാട്സാപ്പിൽ ഒരു ചോദ്യം,
പാലക്കാട് രഞ്ജിനിയാണ്, പാലക്കാട് നിന്ന് 6 മാസം ഗർഭിണിയാണ്. ഇടയ്ക്കിടയ്ക്ക് അടിവയറിൽ നല്ല വേദന അനുഭവപ്പെടാറുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള അണുബാധയുടെ ലക്ഷണമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അണുബാധ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അടിവയർ വേദന വരുന്ന അണുബാധ മിക്കവാറും എല്ലാം തന്നെ യൂറിനറി ഇൻഫെക്ഷനാണ്. പിന്നെ ഞാനീ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടുള്ള ഒരു വേദന, വയറ് സ്ട്രെച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ വലിപ്പം കൂടുന്നത് കൊണ്ടുള്ള ആ സ്ട്രെച്ചിങ് ഇഫക്റ്റ് കൊണ്ടും ചെറിയ രീതിയിലൊക്കെ വേദന അനുഭവപ്പെടാം. ഈ സ്ട്രെച്ചിങ് കൊണ്ടുള്ള വേദനയുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് രാത്രി ഉറങ്ങുമ്പോൾ ഈ വേദന നമ്മളറിയില്ല. ഉറക്കത്തിൽ നമ്മളെ വേദന ശല്യം ചെയ്യുന്നില്ലെങ്കിൽ അത് നോർമലായിട്ടുള്ള ഒരു വേദനയാണ്. ഇപ്പം യൂറിനറി ഇൻഫെക്ഷൻ ആണെങ്കിൽ 100 പ്രാവശ്യം പല പ്രാവശ്യം നമ്മൾ എണീറ്റ് വാഷ്റൂമിൽ പോവേണ്ടി വരും. നമുക്ക് എപ്പോഴും മൂത്രം ഒഴിക്കണമെന്നും പോകുമ്പോൾ വേദനയും ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്കറിയാൻ പറ്റും. ഈ സ്ട്രെച്ചിങ് കൊണ്ടുള്ള പെയിൻ ആണെങ്കിൽ നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോൾ കുറയും. ഡോക്ടർ, ഈ പ്രസവ സമയത്ത് അണുബാധ വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? പ്രസവ സമയത്തെ അണുബാധയെപ്പറ്റി ചോദിച്ചുകൊണ്ട് ഞാൻ പറയും. ഈ പ്രസവം നടക്കുന്നത് നമുക്കിന്നിപ്പോൾ കേരളത്തിലെ കണക്ക് നോക്കിയാൽ വളരെ നല്ല ശതമാനവും കൂടുതലും ഭൂരിഭാഗവും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസാണ്. അപ്പോൾ ഈയിടെ അതിൻ്റെ ഒരു ട്രെൻഡ് കുറച്ച് ജില്ലകളിലെങ്കിലും അതിലൊരു വ്യത്യാസം, വീട്ടിൽ പ്രസവിച്ചാൽ എന്താ എന്നൊരു രീതിയിൽ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും നമ്മളുടെ പേടി എന്ന് പറയുന്നത് ഈ സെപ്സിസ് തന്നെയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് നമ്മൾ വളരെ സ്റ്റെറൈലായിട്ട് അണുബാധയൊന്നുമില്ലാതെ അതിനെ മൊത്തം അവിടുത്തെ വായു പോലും അത്രയും നല്ലതായിട്ട് നമ്മൾ സ്റ്റെറൈലായിട്ട് വെച്ചാണ് അവിടെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്. അതുപോലെ ഒരു സ്ഥലമാണ് നമ്മൾ പ്രസവ മുറി എന്ന് പറയുന്നത്, സ്റ്റെറൈലായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നും ഒരു അണുബാധയും അവിടെ പ്രസവിക്കാൻ വരുന്ന സ്ത്രീക്ക് കിട്ടാൻ പാടില്ല. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പ്രസവത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. പ്രസവം നടക്കുമായിരിക്കും ചിലപ്പം, പിന്നെ അടുത്ത 5-6 ദിവസം കഴിഞ്ഞായിരിക്കും അറിയുന്നത് അണുബാധ വന്നു എന്നുള്ളത്. അപ്പോഴേക്കും ചിലപ്പോൾ ഒന്നും ചെയ്യാൻ വയ്യാത്ത സെപ്സിസ് എന്നുള്ളത് നമുക്ക് നല്ല സ്റ്റെറൈലായിട്ടുള്ള സ്ഥലത്ത് തന്നെ പ്രസവം നടക്കണം എന്നുള്ളതാണ്. പിന്നുള്ളത് പ്രസവ സമയത്ത് വരുന്ന അണുബാധകൾ അമ്മയെ മാത്രമല്ല കുഞ്ഞിനെയും ബാധിക്കും. കുഞ്ഞിനും പെട്ടെന്ന് അണുബാധ. ഇപ്പോൾ ന്യൂ ബോൺ ബേബി എന്ന് പറയുന്നത് അതിൻ്റെ ഇമ്മ്യൂണൽ സിസ്റ്റം ഒന്നും നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്ത് കാണത്തില്ല. പെട്ടെന്ന് അണുബാധ കിട്ടാം, പ്രത്യേകിച്ച് മാസം തികയാതെയൊക്കെ ആണെങ്കിൽ അതിലും പെട്ടെന്ന് അണുബാധ വരും. അപ്പോൾ ഇങ്ങനെയുള്ള അണുബാധയ്ക്ക് വളരെ സാധ്യത കൂടുതലാണ്. ഈ പ്രസവ സമയത്തുള്ള അണുബാധ വന്ന് അല്ലെങ്കിൽ ഇപ്പോൾ സിസേറിയൻ ചെയ്യുമ്പോൾ തന്നെ, സിസേറിയൻ കഴിഞ്ഞിട്ട് അണുബാധ വരുന്നവരുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ ഇത്രയും നല്ലതായിട്ടൊക്കെ ചെയ്താൽ പോലും വേറെ പല കാരണങ്ങളുണ്ട്. ഇപ്പം ഡയബറ്റീസ് ഉള്ള സ്ത്രീയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഈ നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വെള്ളം പൊട്ടിപ്പോയെന്ന് പറയത്തില്ല പ്രസവത്തിന്, അത് കഴിഞ്ഞ് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അതിനൊരു പ്രസവം നടന്നത്, അങ്ങനെയൊക്കെയുള്ള. പിന്നെ നമ്മുടെ യോനി ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, യൂട്രസിനകത്തോട്ട് അണുബാധ ഉണ്ടെങ്കിൽ, അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം ആ അണുബാധ സ്ത്രീയെ ശരീരത്തിലോട്ട് ബാധിച്ച് സെപ്സിസ് എന്ന് പറയും നമ്മൾ. അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേഷനാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. ഏർലി സ്റ്റേജിൽ അത് കറക്റ്റായിട്ട് അതിന് നല്ല സിവിയറായിട്ട് നമ്മൾ സീരിയസ് ആയി എടുത്ത് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ പല ഓർഗൻസിനെ അത് ബാധിക്കും. ലിവറിനെ ബാധിക്കും, കിഡ്നിയെ ബാധിക്കും, ബ്രെയിനിനെ ബാധിക്കും. അപ്പോൾ ഇങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറി എന്ന് പറയുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ഈ സെപ്സിസ് തന്നെയാണ്. നമ്മുടെ വീട്ടിലെ പ്രസവത്തിന് ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു സ്റ്റെറൈൽ അറ്റ്മോസ്ഫിയർ ഒന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത്, നമ്മളെല്ലാം സ്റ്റെറൈലായിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. എല്ലാം നമുക്ക് ഒരു പ്രസവത്തിന് എടുക്കുന്ന നമ്മുടെ ഉപകരണങ്ങൾ, ബാക്കി തുണി എല്ലാം നമ്മൾ ഓട്ടോക്ലേവ് ചെയ്ത് എല്ലാം അണുവിമുക്തമാക്കിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോം ഡെലിവറി നമ്മൾ ഒരിക്കലും നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഹോം ഡെലിവറി ഇപ്പം സാധാരണ ആൾക്കാർ നോക്കുമ്പോൾ വീട്ടിൽ പ്രസവിച്ചാൽ എന്താ, പണ്ട് അങ്ങനെയല്ലേ പ്രസവിച്ചിരുന്നത്, പണ്ട് അങ്ങനെ ഒന്നും വന്നില്ലല്ലോ. നമുക്കതല്ല നമുക്ക് കണക്ക്. ഇപ്പം 100-ൽ അല്ലെങ്കിൽ 1000-ൽ 10,000-ൽ ഒരമ്മ മരിച്ചാലും അത് കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളത് പ്രിവെൻറ്റബിളാണ്, നമുക്ക് തടയാൻ പറ്റുന്ന ഒരു മരണമായിരുന്നു എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അണുബാധയ്ക്കൊരു സാധ്യത എപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനുള്ള പ്രിക്കോഷൻ എടുക്കുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക്
ഡെലിവറി നടത്തണമെന്നുള്ളതാണ്. ഡോക്ടർ, ഈ സാധാരണ ഗർഭിണികളെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഗർഭിണികൾക്ക് ഇമ്മ്യൂണിറ്റി പൊതുവേ തന്നെ ഒരല്പം കുറവായിരിക്കും. അതുകൊണ്ടൊരു അല്പം ജാഗ്രത കൂടുതൽ ഗർഭിണിയുടെ ആരോഗ്യകാര്യത്തിൽ, പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണമെന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. അങ്ങനെയാണ് എങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഗർഭിണി സ്വതവേ ഇൻഫെക്ഷൻസ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്? ഫാമിലി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അത് പറയുമ്പോഴാണ്, പണ്ടിപ്പോൾ ഒരു ഗർഭിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോകുന്ന ഒരു ശീലമൊന്നും കാണില്ല. വീട്ടിനകത്ത് തന്നെ, വീട്ടിനകത്തിരിക്കുന്ന ഗർഭിണി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമാണ്. അല്ലേ, ഗർഭം ഒരു സാധാരണ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് എടുക്കുകയും അത് തന്നെയാണ് ആവശ്യം. അതിനല്ല ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ, ഒന്ന് ശുചിത്വമാണ്. ശുചിത്വം എന്നുള്ളത് നമ്മുടെ ശാരീരിക ശുചിത്വം, നമ്മുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കണം, വെള്ളം കുടിക്കുന്നതിൽ ശ്രദ്ധിക്കണം. അങ്ങനെ ശുചിയായിട്ടുള്ള അതിനൊരു വലിയ ഭാഗമുണ്ട്. നമുക്ക് അണുബാധ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. പിന്നെ നമ്മൾ ഒഴിവാക്കാവുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. ഇപ്പോൾ ട്രാവൽ, ഞാൻ പറഞ്ഞു, ട്രാവലൊക്കെ എങ്ങനെ പോയാലും ഇപ്പം നമുക്കറിയാം, നമ്മുടെ റോഡുകളൊക്കെ ആണെങ്കിൽ എല്ലാം ഇടിച്ച് പൊളിച്ച് പൊടിയുമായിട്ടെല്ലാം കിടക്കുന്നു. ഇപ്പോൾ ഈ പൊടിയും അതിൽ കൂടെ അണുക്കളും എല്ലാം കൂടെ വരുമ്പോൾ എങ്ങനെയായാലും ശ്വാസകോശ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ പേടിക്കാനുള്ള 1-2 അസുഖങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചിക്കൻ ബോക്സ് പോലുള്ള അസുഖം. ചിക്കൻ ബോക്സിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏർലി ഫേസിൽ ഇപ്പോൾ ഒരാളിന് ചിക്കൻ ബോക്സ് വന്നാൽ അതിൻ്റെ ആദ്യ ദിവസങ്ങളിൽ അയാൾക്ക് വലിയ ശാരീരിക അസ്വസ്ഥതകളൊന്നും കാണില്ല. അപ്പോൾ ചിലപ്പം ശരീരത്തിൽ എവിടെയെങ്കിലും 1, 2, 3 കുമിളകളൊക്കെ കാണാം. ഇതെല്ലാം ഒളിച്ചു വെച്ചിട്ട് ആൾക്കാർ നോർമൽ ലൈഫ് എല്ലായിടത്തും ഇറങ്ങിയും, പ്രത്യേകിച്ച് നമ്മൾ കണ്ടുവരുന്ന ഈ മേളകളൊക്കെ നടക്കുമ്പോഴാണ്. ഇപ്പോൾ ഓണം അങ്ങനെയുള്ള ആഘോഷങ്ങളുടെ സമയത്ത് മേളകളൊക്കെ നടക്കുമ്പോൾ വലിയ ക്രൗഡല്ലേ. പക്ഷെ ആ സമയത്താണ് ഇത് പകരുന്നത്. ചിക്കൻ ബോക്സ് പകരുന്നതിൻ്റെ ഏർലി ഫേസിലാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഗർഭിണിക്കൊക്കെ ഒരു ചിക്കൻ ബോക്സ് വന്നാൽ വളരെ പ്രയാസമാണ്. പ്രയാസം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള അസ്വസ്ഥതകളും പോരാത്തതിന് അത് കുഞ്ഞിനെ ബാധിക്കും. വാരിസെല്ല സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് വരാം. പിന്നെ അതും പോയിട്ട് പ്രസവത്തോടടുത്ത സമയത്താണെങ്കിൽ നമുക്ക് പ്രസവിക്കാനുള്ള സ്ഥലം തന്നെ കണ്ടുപിടിക്കാൻ പാടായിരിക്കും. നമുക്കൊരു ലേബർ റൂം അല്ലെങ്കിൽ പ്രസവ മുറി എന്നൊക്കെ പറയുന്ന സാധാരണ ഹോസ്പിറ്റലിൽ 1-2 സ്പേസേ കാണുള്ളൂ. അവിടെ ഒരു ചിക്കൻ ബോക്സ് ഒരു ഗർഭിണി പ്രസവിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന സ്റ്റാഫിനെല്ലാം വരും. നമ്മൾ വലിയ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു സീസൺ വരുമ്പോൾ സ്റ്റാഫ് എല്ലാം ഈ അസുഖം വന്ന്, അത് നമുക്ക് വരുമ്പോൾ നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ചിക്കൻ ബോക്സ് ഉള്ള. പക്ഷേ അതിനൊക്കെ കുറച്ചൊക്കെ ഇപ്പോൾ വാക്സിനുണ്ട്. അപ്പോൾ നമ്മളത് വരാതെ നോക്കണം. പിന്നെ ഇതുപോലുള്ള ക്രൗഡുകളിലൊക്കെ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. കുറച്ചൊരു റെസ്ട്രിക്ഷൻ ഗർഭകാലത്ത് നല്ലതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളത്. ഈ വായുവിലൂടെ പകരുന്ന മിക്ക അസുഖങ്ങളും നമുക്ക് മാസ്കിലൂടെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കോവിഡിൻ്റെ നമ്മളത് പഠിപ്പിച്ചതാണ്. ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മാസ്ക് ഉപയോഗിക്കാം. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് പോയേ പറ്റുള്ളൂ എന്തെങ്കിലും ഒരു ആവശ്യം. അല്ലാത്ത സമയത്ത് നമ്മൾ കഴിയുന്നതും കുറച്ചൊരു നിയന്ത്രണം ലൈഫിൽ വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ, ഈ കോവിഡ് കാലം നമ്മളെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം മാസ്ക് ഉപയോഗിക്കുക, കൈ ക്ലീൻ ആക്കി വെക്കുക, ഹാൻഡ് വാഷ് ചെയ്യുക, അതുപോലെ അത്യാവശ്യ സാഹചര്യങ്ങളിൽ സാനിറ്റൈസർ യൂസ് ചെയ്യുക. ഗർഭിണികളിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പകർച്ചവ്യാധികളൊക്കെ ഉള്ള ഒരു പ്രദേശത്താണെങ്കിൽ ഈ സാനിറ്റൈസറിൻ്റെ ഉപയോഗം എത്രത്തോളം ആകാം? എങ്ങനെയാണ് അതിൻ്റെ? സാനിറ്റൈസർ ഒരിക്കലും അതിനൊരു ഇല്ല ഇഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് വേപ്പറൈസ് ചെയ്ത് പോകുന്ന സാധനമാണ്. നമ്മൾ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു. സാനിറ്റൈസർ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇഷ്ടംപോലെ നമ്മളൊക്കെ ഉപയോഗിച്ചാണ് ഓരോ പേഷ്യൻസിനെ. ഇപ്പം നമ്മളൊന്നും ആ ശീലം ഇപ്പം മാറ്റിയിട്ടുമില്ല. അതുകൊണ്ട് ഞാനൊക്കെ എപ്പോഴും പേഷ്യൻസിനെ നോക്കിക്കഴിഞ്ഞ് സാനിറ്റൈസർ ഉപയോഗിക്കാറുണ്ട്. നമുക്കും നല്ലതാണ്, പേഷ്യൻറ്റിനും നല്ലതാണ്. നമ്മൾ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് പേഷ്യൻറ്റിനെ തൊട്ടാൽ നമ്മളിൽ നിന്ന് അങ്ങോട്ട് അവർക്കൊരു ഇത് വരത്തില്ല, തിരിച്ച് അവരിലുള്ള ഒരു ഇത് നമുക്കും വരത്തില്ല. അപ്പോൾ അത് രണ്ടും രീതി. സാനിറ്റൈസർ നല്ലത് തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ വേപ്പറൈസ് ചെയ്ത് പോകുന്ന സാധനം, നല്ല ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്ത് പോകുന്ന ഒരു സാധനമല്ല സാനിറ്റൈസർ ഉപയോഗിക്കും. ഡോക്ടർ, ഈ കൺസീവ് ചെയ്യുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മൾ ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ ചില കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധാരണഗതിയിൽ പറയുമല്ലോ. അതിൽ ഈ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നിർബന്ധമായിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ, അതായത് കൺസീവ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഗർഭിണിയാകാൻ തയ്യാറെടുക്കുന്ന ഒരു സ്ത്രീ ചെയ്യേണ്ടതായിട്ടുള്ള ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർബന്ധമായി ചെയ്യേണ്ട ടെസ്റ്റുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളിൽ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അത് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ
നമ്മുടെ ശരീരത്തിൽ അണുക്കളുണ്ടെങ്കിലും ലക്ഷണം കാണണമെന്നില്ല. ഇല്ല. ഇപ്പം മഞ്ഞപ്പിത്തമൊന്നും കാണണമെന്നില്ല. അത് ഏതെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ഇതുകൊണ്ട് തലപൊക്കും. അപ്പോൾ അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം വരുമ്പം അതുകൊണ്ട് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്, ഹെപ്പറ്റൈറ്റിസ് സി ടെസ്റ്റ് ചെയ്യാറുണ്ട്, നമ്മൾ VDRL എന്ന് പറഞ്ഞ സിഫിലിസിൻ്റെ ടെസ്റ്റ് ചെയ്യാറുണ്ട്, പിന്നെ ഇതിൻ്റെ നമ്മുടെ ഏതാണ് എയ്ഡ്സിൻ്റെ HIV നമ്മൾ ICTC കൗൺസിൽ ചെയ്ത് തന്നെ എന്ന് പറഞ്ഞാൽ അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലൈംഗിക ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പാളിച്ചകളുള്ളവർ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹൈ റിസ്ക് കാറ്റഗറി എന്ന് പറയും. അവരെ നമ്മൾ HIV അല്ലെങ്കിലും ടെസ്റ്റ് ചെയ്യും, അവരുടെ പാർട്ട്ണറെ കൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. പക്ഷേ സ്ത്രീകൾക്ക് അത് റുട്ടീനാണ്, എല്ലാ ഗർഭിണികൾക്കും നമ്മളിത് ടെസ്റ്റ് ചെയ്തിരിക്കും. അപ്പം ഇങ്ങനെ കുറേ ടെസ്റ്റുകൾ ബേസിക്കായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ നമ്മൾ റുബല്ല പോലത്തെ ടെസ്റ്റുകൾ, അത് നേരത്തെ വൈകല്യങ്ങൾ വരുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മൾ അതും ടെസ്റ്റ് ചെയ്യാറുണ്ട്. ധാരാളം ടെസ്റ്റുകൾ നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്. ഗർഭിണികൾക്ക് ഉണ്ടാകാവുന്ന ഇൻഫെക്ഷൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ സാധാരണ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെ കുറിച്ചും അല്ലെങ്കിൽ വൈറലായിട്ട് വരുന്ന ഇൻഫെക്ഷൻസിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചിരുന്നു. ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് എനിക്കൊന്ന് വളരെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഗർഭിണികളെ. അത് എത്രത്തോളം പ്രശ്നമാണ്, എന്തൊക്കെയാണ് സാധാരണ ഈ ഫംഗസ് കൊണ്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്? ഫംഗൽ ഇൻഫെക്ഷൻസ് സാധാരണ ഗർഭിണികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന യോനി ഭാഗത്തുള്ള ഇൻഫെക്ഷൻസ് പല ഗർഭിണികളിലുള്ള ഒരു പ്രശ്നം തന്നെയാണ്. കൂടുതലിങ്ങനെ തൈര് പോലെ അവരുടെ ഉള്ളിൽ നിന്ന് ഡിസ്ചാർജ് വരിക, അതാണ് അതിൻ്റെ ഒരു മെയിൻ ലക്ഷണം. പിന്നെ യോനി ഭാഗത്തെ ചൊറിച്ചിൽ ഭയങ്കരമായിട്ടുണ്ടാകുക. പിന്നെ ഉള്ളത് നമ്മുടെ ഈ യോനി ഭാഗത്ത് തന്നെ ഈ തേമൽ പോലെ വന്നിട്ട് അവിടെ അത് ഈ റിംഗ് വേം എന്ന് പറയും, അതിൻ്റെ ഇൻഫെക്ഷൻ. അതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രസവ സമയത്ത് അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധ്യത. കുഞ്ഞിനെയും ബാധിക്കും. ഈ യോനിയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗർഭപാത്ര മുഖം ഓപ്പൺ ചെയ്തിരിക്കുന്നത് യോനി ഭാഗത്താണ്. അപ്പോൾ നമ്മളത് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രസവിക്കാറാവുമ്പോൾ അല്ലെങ്കിൽ പ്രസവ സമയത്ത് ഈ അണുബാധ മേളിലോട്ട് പോവാം, യൂട്രസിനകത്തോട്ട്. ഇൻട്രായൂട്രൈൻ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, യൂട്രസിനകത്തോട്ടുള്ള അണുബാധകൾ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള ചൊറിച്ചിൽ പലപ്പോഴും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഗർഭിണികളിത് ആ ഭാഗത്തെ കാര്യങ്ങൾ ഡോക്ടറോട് പറയില്ല. നമ്മൾ പ്രസവിക്കാനായിട്ട് അവർ വരുമ്പോഴാണ് അവിടെ അത്രയും ഒരു സ്കിന്നെല്ലാം വ്യത്യാസമായിട്ട് അണുബാധ വന്നിട്ട് അവിടെ എല്ലാം ഭയങ്കര. പിന്നെ ചിലപ്പോൾ നമുക്കത് ട്രീറ്റ് ചെയ്താൽ 1-2 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ ചിലപ്പോൾ അത് മാറണമെന്നില്ല. ഈ ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ ഡീപ്പായിട്ടുള്ള ഡെർമറ്റോസിസൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും അത് ട്രീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ പ്രസവ സമയത്ത് അവിടെ ചെറിയ മുറിവുണ്ടായാൽ അത് ഉണങ്ങാൻ താമസിക്കുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. പിന്നെ കുഞ്ഞിനും പ്രശ്നങ്ങളുണ്ടാവാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗർഭപാത്രത്തിനകത്തോട്ട് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് അവിടെ ഒരു വെറ്റ് സ്ഥലമാണ്, കുറച്ചൊരു നനവുള്ള സ്ഥലമായതുകൊണ്ട് അത് വന്നു കഴിഞ്ഞാൽ മാറാൻ കുറച്ച് പ്രയാസമാണ്. പിന്നെ ഉള്ളത് ഇന്ന് നമ്മുടെ ഗർഭിണികളെല്ലാം നമുക്കറിയാം ഭയങ്കര ഒബീസാണ്, വണ്ണം. അപ്പോൾ വണ്ണം കൂടുമ്പോൾ ആ ഇടുങ്ങിയ ഭാഗത്ത് ഇത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടാൻ വളരെ പ്രയാസമാണ്. വേറൊന്നുള്ളത് ഡയബറ്റീസ്. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവർ ഒരുപാട് പേര് ഗർഭിണികളാകുന്നുണ്ട്. ഗർഭകാലത്തുള്ള ഡയബറ്റീസ് ഒരുപാട് പേർക്ക് വരാറുണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെയുള്ള അണുബാധ ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് വന്നാൽ അത് പോകാനായിട്ട് ഒരുപാട് സമയമെടുക്കും, മാറിക്കിട്ടാൻ സമയമെടുക്കും. അപ്പോൾ നമ്മൾ സഫീഷ്യൻ്റ്ലി ഏർലി ഡോക്ടറോട് പറഞ്ഞത് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ അത് നമുക്ക് പ്രസവ സമയത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്കറിയാൻ പറ്റും. തൊലിപ്പുറത്ത് തന്നെ കറുത്ത നിറവ്യത്യാസം വന്നിട്ട് പിന്നെ വല്ലാത്ത ചൊറിച്ചിൽ. പിന്നെയുള്ള ഇൻഫെക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂടെ പറയട്ടെ, ഈ ചൊറിച്ചിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഗർഭകാലത്തൊരു ഡീവേമിങ്, നമ്മൾ വേംസിനുള്ള ഇതില്ലേ, നമ്മുടെ വിരയ്ക്കുള്ള മരുന്ന് കഴിച്ചിരിക്കുന്നത് നല്ലതാണ് ഒരു പ്രാവശ്യം. പലപ്പോഴും ഈ ചൊറിച്ചിലെന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ ചിലപ്പോൾ പിൻവേമായിരിക്കും. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അനീമിയൊക്കെ ഉണ്ടാക്കും, രക്തക്കുറവൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിനും ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുത്തിരിക്കണം. ഫംഗൽ ഇൻഫെക്ഷൻ്റെ കൂടെ നമ്മളിത് അറിയാതെ പോകാം. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കണം. ഇപ്പോൾ യോനി ഭാഗത്ത് യോനിക്കുള്ളിൽ അണുബാധയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കണമെന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ പ്രസവ സമയത്ത് നമ്മൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് വരുന്ന വഴിയാണ്, ആ വഴിയെല്ലാം നല്ല ക്ലീനായിട്ട് ഇരുന്നില്ലെങ്കിൽ അത് കുഞ്ഞിനും പ്രശ്നങ്ങളുണ്ടാകും. ഡോക്ടർ, ഈ ഫംഗൽ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്ക് വന്നുകൊണ്ടൊരു സംശയം, ഇപ്പം നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ഈ ഫെമിനിൻ ഹൈജീൻ പ്രോഡക്ട്സ്
അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ കാരണം പലരും പ്രൊലോങ്ഡ് ആയിട്ട് തന്നെ ഇത്തരം പ്രോഡക്ട്സ് ഡേ ടു ഡേ ലൈഫിൻ്റെ ഭാഗമായിട്ട് പോലും ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ആവശ്യമാണ്, അല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞൊരു ഫെമിനിൻ ഹൈജീൻ കീപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്? നമുക്ക് ഞാൻ പറഞ്ഞില്ല, ശുചിത്വത്തിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ക്ലീൻ വാട്ടർ തന്നെയാണ്. പിന്നെ ഈ പ്രോഡക്ട്സിനൊക്കെ ഉള്ള ഒരു പ്രശ്നം ഇതെന്ന് പറയുന്നത്, ഇതിന് നമുക്ക് നമ്മുടെ അവിടുത്തെ ആ ഒരു pH എന്ന് പറയും, അതിന് pH ബാലൻസിൽ കുറച്ച് വ്യത്യാസം വരും. അപ്പം നമുക്ക് ആ ഇൻഫെക്ഷൻ ഉള്ള സമയത്തൊക്കെ ചിലപ്പോൾ ഇത് ഹെൽപ്പ് ചെയ്തെന്നിരിക്കും. പക്ഷേ എപ്പോഴും ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ഇത് തന്നെ അവിടെ പ്രശ്നങ്ങളുണ്ടാക്കും. ഈ ഇതൊക്കെ കണ്ടിന്യൂസ് ഇത് യൂസ് ചെയ്യുമ്പം ചിലർക്ക് അലർജി പോലെ വരാം, ഇറിറ്റേഷൻ പോലെ വരാം. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഹൈജീനിക് പ്രോഡക്ട്സ് ചീത്തയെന്നല്ല ഞാൻ പറഞ്ഞത്, അത് എന്നും എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. അതെ അതെ, എന്നും അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് ക്ലീൻ വാട്ടർ തന്നെ മതി. ഇപ്പം നമുക്ക് നല്ലൊരു അണുബാധ വന്ന സമയത്ത് ചിലപ്പം സ്മെല്ലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ ബാക്ടീരിയ വജനോസിസ് എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ ഉള്ള ആ സമയത്ത് ചിലപ്പോൾ ഇത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ അത് എന്നും അതൊരു റുട്ടീനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലീൻ വെള്ളം തന്നെയാണ്. പലരും ഉണ്ട് ഡെറ്റോൾ എന്നും വെച്ച്, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. അതെല്ലാം നമുക്ക് സ്കിന്നിന് കണ്ടിന്യൂസ് യൂസ് ആകുമ്പോൾ ഇറിറ്റൻസാണ്. പിന്നെ ഉള്ളത് ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് സ്കിന്നിൽ അവിടെ ഓൾറെഡി ഒരു ഇൻഫ്ലമേഷൻ കാണും. അതിൽ കൂടെ ചിലപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അത് തന്നെ ഒരു ഇറിറ്റൻ്റായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അതൊന്നും ഒരു കണ്ടിന്യൂസ് യൂസിൻ്റെ ആവശ്യം. ഡോക്ടർ, ഒരു സംശയം കൂടെ, ഈ പറഞ്ഞ പോലെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ പോലുള്ള ഇൻഫെക്ഷൻസിന് ഒരു തവണ ഡോക്ടറിനെ കാണുമ്പോൾ ചിലപ്പോൾ വല്ല ഓയിൻമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നത്, അതിങ്ങനെ എപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു ശീലമായിട്ട് പലരും, അത് എത്രത്തോളം അപകടം ആണ് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നും കണ്ടിന്യൂസ് യൂസ് ആവശ്യമില്ല, നല്ലതും അല്ല. സ്കിന്നിൽ നമുക്ക് ആ സ്കിന്നിൻ്റേതായ ടെക്സ്ചർ തന്നെയാണ് വേണ്ടത്. എന്നാൽ ആ നോർമൽ ടെക്സ്ചറിന് തന്നെ, നമ്മുടെ സ്കിന്നിൻ്റെ നോർമലായിട്ടുള്ള ടെക്സ്ചറിന് തന്നെ ഒരണുവും അങ്ങോട്ട് കയറാതെ പ്രതിരോധിക്കാനുള്ള ശക്തിയുണ്ട്. ഇപ്പോൾ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലാണ് പിന്നെ അണുക്കളും എളുപ്പം കയറിപ്പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കണ്ടിന്യൂസ് യൂസിൻ്റെ ഒരാവശ്യമില്ല. ഡോക്ടർ, ഈ പോസ്റ്റ് പ്രഗ്നൻസി ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാം. പ്രസവം കഴിഞ്ഞിട്ടുള്ള ഇൻഫെക്ഷൻസിൽ മെയിൻലി അവിടെയും നമ്മൾക്ക് മെയിൻലി കാണുന്ന ഒന്ന് യൂറിനറി ഇൻഫെക്ഷനാണ്. ഇപ്പോൾ അതൊക്കെ ഒത്തിരി മാറിയെന്ന് തോന്നുന്നു. ഞങ്ങളുടെയൊക്കെ സ്റ്റുഡൻസൊക്കെ ആയിരിക്കുന്ന സമയത്ത് പ്രസവിച്ച് കഴിഞ്ഞാൽ വെള്ളം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ വയറ് ചാടിപ്പോവും എന്ന് പറഞ്ഞ് വെള്ളം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ യൂറിനറി ഇൻഫെക്ഷൻ വരും. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മൂത്രനാളികളിലൊക്കെ കുറേ വ്യത്യാസം വരും. നമ്മുടെ യൂറിനറി സിസ്റ്റത്തിൽ തന്നെ കുറേ വ്യത്യാസമുണ്ട് നമ്മുടെ പ്രഗ്നൻസിയുടേതായിട്ടുള്ള. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറി വരുന്ന ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ മൂത്രാശയത്തിൽ അണുബാധ വരാൻ സാധ്യതയുണ്ട്. വെള്ളം തന്നെയാണ് അവിടെയും മെയിൻ സാധനം. പിന്നെ പ്രസവശേഷം ഉണ്ടാകുന്ന അണുബാധയിൽ ഉള്ളത് നമ്മൾ തയ്യൽ കാണുമല്ലോ, നമ്മുടെ സിസേറിയൻ ആയാലും സ്റ്റിച്ച് കാണും, നോർമൽ ഡെലിവറിയിലും മിക്കവാറും എല്ലാവർക്കും ചെറിയ സ്റ്റിച്ച് കാണും. അപ്പോൾ അതിലൊക്കെ വരുന്ന അണുബാധ, അവിടെ എല്ലാം നമ്മൾ വേണ്ടത് ക്ലെൻലിനെസ്സാണ്. പലരും ഉണ്ട് ഈ ഭയങ്കരമായിട്ടുള്ള ചൂടുവെള്ളമൊന്നും ആവശ്യമില്ല. പലരും അതൊക്കെ കുറേയൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. നമ്മളൊക്കെ പറഞ്ഞ് തിളപ്പിച്ച വെള്ളം പുറത്തൊഴിക്കുക, അങ്ങനത്തെയൊക്കെ സ്കിന്നിൻ്റെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ടെക്സ്ചർ അങ്ങ് മാറുകയാണ്. അപ്പോൾ എളുപ്പം അണുബാധ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് വെറും വെള്ളം ആയാലും മതി, പിന്നെ ചെറിയൊരു ചൂടാണെങ്കിൽ ഒരു സുഖമുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുക, അല്ലാതെ തിളച്ച വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം അവിടെ വരുന്നില്ല. പിന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ബ്രസ്റ്റിലെയാണ്. മുലയൂട്ടുന്ന അമ്മമാരിൽ ബ്രസ്റ്റിൽ ഇൻഫെക്ഷൻ ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്തില്ലെങ്കിൽ ബ്രസ്റ്റിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. കുഞ്ഞിന് പലർക്കും ഒരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്നാണ് കൊടുക്കാൻ എളുപ്പം, ആ സൈഡിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ മറ്റേ സൈഡിൽ പാല് കെട്ടി നിന്നാൽ നമുക്ക് അണുബാധ വരും. പിന്നെ നമ്മുടെ ടെക്നിക്ക് ശരിയല്ലെങ്കിൽ, നമ്മൾ പാല് കൊടുക്കുന്ന ടെക്നിക്ക് ശരിയല്ലെങ്കിൽ മുലക്കണ്ണ് പൊട്ടാൻ സാധ്യതയുണ്ട്. മുലക്കണ്ണ് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ അണുബാധ. പിന്നെ ഇത് ശ്രദ്ധിക്കാതെ പോയാൽ, ഇപ്പോൾ മാറിൽ പാല് കെട്ടി നിൽക്കുകയും അത് ശ്രദ്ധിക്കാതെയൊക്കെ പോയി കഴിഞ്ഞാൽ ബ്രസ്റ്റ് ആപ്സിസ് എന്ന് പറയും, മാറിനകത്ത് തന്നെ പഴുപ്പ് കെട്ടുന്ന അവസ്ഥയാണ്. അത് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പിന്നെ നമ്മൾ സർജറിയൊക്കെ ചെയ്യേണ്ട ഗതിയിലേക്ക് പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ബ്രസ്റ്റ് എംറ്റി ചെയ്യണമെന്നുള്ളതാണ്
ബ്രസ്റ്റിന് സപ്പോർട്ട് കൊടുക്കണമെന്നാണ്. പലരും പാല് കൊടുക്കാൻ എളുപ്പത്തിന് ബ്രേസിയർ ഉപയോഗിക്കാതെ അങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ബ്രസ്റ്റ് സപ്പോർട്ട് കൊണ്ടിട്ട് പാല് ഫ്രണ്ടിലോട്ട് വരാനും കുഞ്ഞ് കുടിക്കുമ്പോൾ അതിന് ഈ ബ്രസ്റ്റ് ഒന്ന് വീർത്ത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന് പാല് കുടിക്കാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതിന് കിട്ടത്തില്ല, പാല് ഇങ്ങോട്ട് വരത്തില്ല, അത് വിചാരിക്കും. അപ്പോൾ വീണ്ടും വീണ്ടും അതൊരു വിഷയ സർക്കിൾ പോലെ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ബ്രസ്റ്റിലുള്ള അണുബാധ അത് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് പിന്നെ സർജറി ചെയ്താൽ പഴുപ്പെടുക്കുകയൊക്കെ വേണ്ടുന്ന അവസ്ഥയിലേക്ക് ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ഈ ബ്രസ്റ്റിൽ വരുന്ന ഇൻഫെക്ഷൻ്റെ സിംറ്റം എന്താണ്? പെയിൻ തന്നെയാണോ? ബ്രസ്റ്റിൽ വരുന്ന ഇൻഫെക്ഷൻ്റെ സിംറ്റം എന്ന് പറയുന്ന ഒന്ന് പെയിൻ, പിന്നെ ഒരു കല്ലിപ്പ് വരും, പിന്നെ ബ്രസ്റ്റിൻ്റെ പുറത്ത് നല്ല നല്ല ചുവന്ന് വരും, നിറവ്യത്യാസം വരും, റെഡ്നെസ് വരും. റെഡ്നെസ് തൊടുമ്പോൾ ഉള്ള ടെൻഡർനെസ്, പിന്നെ അവിടെ സ്വെല്ലിങ് കാണും, പിന്നെ ചിലർക്കൊക്കെ കഷത്തിൽ ഈ ഗ്ലാൻഡ് എല്ലാം വീർത്തിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. പിന്നെ പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര പനിയായിരിക്കും അതിന്. പനിയും അതിൻ്റെ കൂടെ വിറയലും വരും. പനി, വിറയൽ, പെയിന് ഇതെല്ലാം വരും. ബ്രസ്റ്റ് ശരിക്കും പുറത്തിരിക്കുന്ന ഒരു സാധനമായതുകൊണ്ട് നമുക്ക് തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റും. ബ്രസ്റ്റിലെ ഇൻഫെക്ഷനൊക്കെ പെട്ടെന്ന് മിക്കവാറും ആ സ്ത്രീക്ക് തന്നെ അത് അറിയാൻ പറ്റും, എൻ്റെ മാറിലെ പ്രശ്നമാണ് ഇതിന് പ്രശ്നമെന്നുള്ളത്. എന്നാൽ അത്രയ്ക്ക് പെയിനായിരിക്കും, നിറവ്യത്യാസം വരും, റെഡ്നെസ് വരും, കല്ലിപ്പ് വരും, കുഞ്ഞിനെ പാല് കൊടുക്കാൻ പറ്റാതെ വരും, കുടിപ്പിക്കാൻ പറ്റാതെ വരും. അതിൽ കൂടെ പനിയെല്ലാം കൂടെ വരുമ്പോൾ നമുക്കത് ബ്രസ്റ്റിലെ ആണെന്ന് മനസ്സിലാവും. ഡോക്ടർ, ഈ ഗർഭിണികൾക്ക് നമ്മൾ സാധാരണ എല്ലാ മനുഷ്യരും എല്ലാ ദിവസവും കൃത്യം എത്ര ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് പറയാറുണ്ട്. ഗർഭിണികൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളതുകൊണ്ടും നമ്മൾ ഈ ഭക്ഷണം 2 പേർക്ക് വേണ്ടി കഴിക്കണം എന്നൊക്കെ പഴയ ആൾക്കാർ പറയാറുണ്ട്. അത് ഇപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ പോലും, ശരിയല്ലെങ്കിൽ പോലും. അപ്പോൾ വെള്ളം, ഈ ഇൻഫെക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ എത്ര ലിറ്റർ വെള്ളം ഒരു ദിവസം ഗർഭിണികൾ കുടിക്കണം? നമ്മളൊരു ആവറേജ് കണക്ക് പറഞ്ഞാൽ 2 ലിറ്റർ വെള്ളം എന്ന് പറയും. ഞങ്ങളൊക്കെ പേഷ്യൻസിനോട് പറയുന്നത്, നിങ്ങൾ ഉണർന്നിരിക്കുന്ന സമയത്ത് 1 മണിക്കൂറിൽ 1 ഗ്ലാസ് വെള്ളം കുടിക്കണം. കുടിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 12 മണിക്കൂറെങ്കിലും ഉണർന്നിരിക്കും. അപ്പോൾ അത്രയും കുടിച്ചില്ലെങ്കിലും 10 ഗ്ലാസ്സെങ്കിലും വരും. ഒരു 2 ലിറ്റർ വെള്ളം എന്തായാലും മിനിമം 2 ലിറ്ററെങ്കിലും വേണം. വെള്ളം കുടിക്കണമെന്നുള്ള ഭയങ്കര. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇത്തിരി ആയാസമുണ്ട്, യാത്രയുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ദാഹിക്കുമ്പോഴൊക്കെ കുടിക്കുക. വെള്ളം കുടിക്കുന്ന അത്ര വലിയൊരു പ്രയാസമല്ലല്ലോ. പക്ഷേ ഗർഭകാലത്ത് പലരും അത് വലിയ പ്രയാസമായിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ പിന്നെ അത് കുടിച്ചില്ലെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന പ്രയാസം വളരെ കൂടുതലായിരിക്കും. ഡോക്ടർ, ഈ പോസ്റ്റ് പ്രഗ്നൻസി വരുന്ന ഇൻഫെക്ഷനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ. ആഫ്റ്റർ പ്രഗ്നൻസി അമ്മയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻ കുഞ്ഞിനെ ഏതൊക്കെ തരത്തിൽ ബാധിക്കാം? കാരണം പലപ്പോഴും ഈ പ്രഗ്നൻസിക്ക് ശേഷം മുലയൂട്ടുന്ന അമ്മമാരായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സാധാരണ അമ്മയ്ക്കൊരു ജലദോഷം വന്നു കഴിഞ്ഞാൽ പോലും അത് പെട്ടെന്ന് സപ്രസ് ചെയ്ത് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധാരണഗതിയിൽ സ്ത്രീകൾ ഓടിപ്പോവാറുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ എങ്ങനെയായിരിക്കാം അത്രയും? അതിൽ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്, അമ്മയ്ക്ക് ഇപ്പോൾ ഒരു ജലദോഷം വന്നത് പലരും കുഞ്ഞിന് പിന്നെ പാല് കൊടുക്കണ്ടെന്ന് പറയും. അമ്മയ്ക്ക് കുഞ്ഞിന് അങ്ങനെ ഒന്നും വരില്ല. മുലപ്പാലിൽ ശരിക്കും എല്ലാ പ്രതിരോധ സാധനങ്ങളുമാണ് വരുന്നത്. വാക്സിൻസ് എല്ലാം അമ്മയുടെ ശരീരത്തിലെ ആൻറ്റിബോഡി എല്ലാം മുലപ്പാലിൽ കൂടെ കുഞ്ഞിനും കിട്ടും. അങ്ങനെ നമ്മൾ പേടിക്കും. പിന്നെ ഈ ഡയറക്റ്റ് ആയിട്ടുള്ള നമ്മളതാണ് കോവിഡ് ടൈമിൽ ആദ്യം നമ്മൾ പാല് കൊടുക്കുന്നതിനൊരു റെസ്ട്രിക്ഷൻ വെച്ചെങ്കിലും പിന്നെ നമ്മൾ മാസ്ക് കെട്ടി കൊടുക്കാൻ പറഞ്ഞു. അതെ കേട്ടോ. ഈ മുലപ്പാലെന്ന് പറയുന്ന കുഞ്ഞിനെ ആരോഗ്യത്തോടെ നിലനിർത്തുന്ന ഒരു സാധനമാണ്. മുലപ്പാൽ ഒരിക്കലും എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടല്ലോ ഒരിക്കലും കുഞ്ഞിന് കൊടുക്കാതിരിക്കരുത് എന്നുള്ളതാണ്. അത്രയ്ക്ക് കുഞ്ഞിന് ആവശ്യമാണത് വളർച്ചയ്ക്കും അതിൻ്റെ പ്രതിരോധ ശേഷിക്കും ആരോഗ്യത്തിനും എല്ലാം അത് ആവശ്യമാണ്. അപ്പം അമ്മയ്ക്ക് ജലദോഷം ഉണ്ടെങ്കിൽ കുഞ്ഞിന് പകരാൻ സാധ്യത ഉണ്ട്. അത് പാലിൽ കൂടെ അല്ല, നമ്മളെ ശ്വാസത്തിൽ കൂടെയാണ്. അപ്പം മാസ്ക് കെട്ടിയിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുക. പിന്നുള്ളത് കൈയെല്ലാം എപ്പോഴും നല്ല ക്ലീൻ ആക്കി ഹാൻഡ് വാഷൊക്കെ ചെയ്തിട്ട് വേണം കുഞ്ഞിന് പാല് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മാറിൽ ഇൻഫെക്ഷനൊക്കെ വന്നാൽ കുഞ്ഞിന് പാല് കിട്ടിയില്ലെങ്കിൽ അതിനും അസുഖങ്ങൾ വരും. അമ്മയ്ക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും അത് കുഞ്ഞിനെയും ബാധിക്കും. ഡോക്ടർ, നമ്മുടെ സമയം ഏകദേശം പൂർണ്ണമായി. ഒറ്റ ചോദ്യം, വളരെ ബ്രീഫായിട്ടൊരു ഉത്തരം. ഡോക്ടർ വാക്സിൻ്റെ കാര്യം സൂചിപ്പിച്ചത്, പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ആയ സ്ത്രീകൾ നിർബന്ധമായിട്ടും എടുത്തിരിക്കേണ്ട വാക്സിൻ ഏതാണെന്ന് കൂടി പറഞ്ഞൊന്ന്. പ്രഗ്നൻ്റ് ആയെന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരവസ്ഥ. നമുക്കല്ലാതെ നമ്മൾ ആ സമയത്ത് അഡ്വൈസ് വരുന്ന വാക്സിനൊക്കെ എടുക്കണം. പിന്നെ ഇപ്പോഴും കുഞ്ഞുനാളിലെ തന്നെ നമ്മൾ ആ ഷെഡ്യൂൾ വെച്ച് എല്ലാ വാക്സിനും കൊടുത്തിട്ടുണ്ട്.
പിന്നെ അതിൽ പ്രത്യേകിച്ച് പറയാനുള്ള നമ്മൾ ഈ ഇത് എടുത്തിരുന്ന ചിക്കൻ ബോക്സിൻ്റെ എടുത്തിരുന്ന അതൊക്കെ പ്രഗ്നൻ്റ് ആവും മുമ്പേ എടുക്കണം. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ എടുത്തിരുന്നാൽ അതിൻ്റെ കാര്യങ്ങൾ കിട്ടും. ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കാം. ഇൻഫ്ലുവൻസ വാക്സിനൊക്കെ ഗർഭത്തിലും കൊടുക്കുക. ഈ പല വാക്സിനും നമുക്ക് ഗർഭത്തിലും കൊടുക്കാവുന്നതാണ് ഇപ്പോൾ വേറൊരാളിന് വന്നു കഴിഞ്ഞാൽ. ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം പൂർണ്ണമായിരിക്കുകയാണ്. കെയറിംഗ് ഹാൻഡ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ഗർഭിണികൾക്കുണ്ടാകുന്ന അണുബാധ അഥവാ ഇൻഫെക്ഷൻസിനെ കുറിച്ചാണ്. നമുക്ക് അതിഥിയായിട്ടുണ്ടായിരുന്നത് യാന ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ലീലാമണിയാണ്. താങ്ക് യു ഡോക്ടർ. പ്രിയപ്പെട്ട കോളേഴ്സിനും നമ്മുടെ വാട്സപ്പ് മെസ്സേജ് അയച്ചവർക്കും നന്ദി. താങ്ക് യു.